സമസ്തയിലെ പ്രശ്നപരിഹാരത്തിന് സമിതി രൂപീകരിച്ചു. സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മുഷാവറ അംഗങ്ങൾ എന്നിവരാണ് സംസ്ഥയിലുള്ളത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ജിഫ്രി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. ഷബീർ ഉമർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഷബീർ, സമസ്തയിൽ സമവായം എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രശ്നപരിഹാരത്തിനൊരു സമിതിയും രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? അജി കുഞ്ഞുമോൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറെ നാളുകളായി നടത്തിവരുന്ന ചർച്ചയുടെ തുടർ നടപടി എന്ന നിലയ്ക്കാണ് ഇന്നിപ്പോൾ ഒരു പ്രത്യേക സമിതി രൂപീകരിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഒപ്പം തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഇത്തരത്തിൽ പ്രശ്നപരിഹാരത്തിന് സമിതിയെ രൂപീകരിക്കാൻ ധാരണയായത്. പ്രത്യേകിച്ച് സമസ്തയുടെ 100ാം വാർഷിക പരിപാടികൾ, അതുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾ, അതിന്റെ ക്യാമ്പയിൻ നടക്കുകയാണ്. അതിനിടെയാണ് ഈ സമസ്തയിലെ തർക്കം ഈ ക്യാമ്പയിൻ ഈ 100ാം വാർഷിക ആഘോഷങ്ങളെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് രൂക്ഷമായത്. അത് പ്രശ്നം പരിഹരിക്കാൻ നേരത്തെയും പലതവണ ചർച്ച നടത്തിയിരുന്നു. സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗവും വിരുദ്ധ വിഭാഗവും തമ്മിൽ സമസ്ത നേതൃത്വവും തന്നെ ലീഗ് നേതാക്കളും ഒരുമിച്ചിരുന്നും മറ്റും ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് എത്തിയിരുന്നില്ല. അതോടൊപ്പം തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഈ സമസ്തയുടെ 100ാം വാർഷിക ആഘോഷങ്ങളെ അടക്കം ബാധിക്കുമെന്ന നിലയിലേക്ക് വളർന്നത്. പ്രത്യേകിച്ച് ഈ 100ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട ഫണ്ട് കളക്ഷൻ ഏതാണ്ട് 2 ആഴ്ച മുമ്പ് തുടങ്ങിയിരുന്നു. 25 കോടി രൂപ ലക്ഷ്യമിട്ടായിരുന്നു ഈ ഫണ്ട് കളക്ഷൻ തുടങ്ങിയത്. എന്നാൽ 2 ആഴ്ച പിന്നിട്ടിട്ടും 5 കോടി രൂപയിൽ താഴെ മാത്രമാണ് പിരിക്കാനായത്. അതിന് കാരണമായി വിലയിരുത്തപ്പെടുന്നത് ഈ സ്വാഗത സംഘം രൂപീകരിച്ചിരുന്നു. അതായത് സമസ്തയുടെ 100ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടൊരു സ്വാഗത സംഘം രൂപീകരിച്ചിരുന്നു. ഈ സ്വാഗത സംഘത്തിൽ സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗത്തിന് മതിയായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല എന്ന പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഗത സംഘത്തിന്റെ യോഗങ്ങളിൽ നിന്ന് ലീഗ് അനുകൂല വിഭാഗം വിട്ടുനിന്നു. ഒപ്പം തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നില്ല. ഇതിനെ തുടർന്നാണ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പാണക്കാട് മലപ്പുറത്ത് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായും PK കുഞ്ഞാലിക്കുട്ടിയുമായും ചർച്ച നടത്തിയത്. ഈ ചർച്ചയിൽ വിശദമായി തന്നെ നിലവിലെ പ്രശ്നങ്ങൾ ചർച്ചയായി. ഇതിനെ തുടർന്നാണ് പ്രശ്നപരിഹാരത്തിന് സമവായത്തിലേക്ക് കടക്കുന്നു എന്ന സൂചന നൽകി പ്രശ്നപരിഹാരത്തിന് ഒരു പ്രത്യേക സമിതിയെ രൂപീകരിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കൂടാതെ സമസ്തയിലെ മുഷാവറ അംഗങ്ങളായ MT അബ്ദുള്ള മുസ്ലിയാർ, കൊയ്യോട് ഉമർ മുസ്ലിയാർ അടക്കം മറ്റ് ലീഗ് നേതാക്കൾ, സഫാരി സൈനുലാബിദ്ദീൻ അടക്കമുള്ള ലീഗ് നേതാക്കളും ഈ സമിതിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗത്തിൽ നിന്ന് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ, ലീഗ് വിരുദ്ധ വിഭാഗത്തിൽ നിന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്നിവരെയും ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സമസ്തയുടെ 100ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടികൾ അത് വിജയിപ്പിക്കുകയാണ് ഈ സമിതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒപ്പം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തർക്കം, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉതകുന്ന നടപടികൾ ഈ സമിതി കൈക്കൊള്ളും എന്നുകൂടിയാണ് ഇന്നത്തെ ചർച്ചയിൽ ധാരണയായത്. അജി.